ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് കലത്തപ്പം തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റായ ആരെടുത്ത കലത്തപ്പമാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കലത്തപ്പം തയ്യാറാക്കാനായിട്ട് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ പൊടിച്ചതോ കടയിൽ നിന്ന് വാങ്ങിയത് ഏതും ഇതിന് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് അതേ കപ്പിൽ തന്നെ ഒരു 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം കറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. കൂടുതലാണെങ്കിൽ നമ്മുടെ ബാറ്റർ നല്ല ലൂസായിട്ട് കലത്തപ്പം ശരിയാവില്ല. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പൊടിയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവും അടിയിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ ചൂടുവെള്ളം എന്നല്ല ചേർത്തിട്ടുള്ളത്, സാധാ പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ കലത്തപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ഈ ടൈമിൽ 2 ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എത്ര മതി, ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിവിടെ മാറ്റി വെക്കാം. ശർക്കരപ്പാനി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 വലിയ ശർക്കരയും ഒരു ചെറിയൊരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് മതി, ഇതിലേക്ക് കറക്റ്റ് പാകമായിരിക്കും മധുരമൊക്കെ. ഇത് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി പോകരുത്. ഇനി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് അരിച്ചെടുത്തതാണ്. ഇത് നല്ല ചൂടുണ്ട്. ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഈ ഒരു ചൂടുകൊണ്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഇതിൽ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കലത്തപ്പം ചുട്ടെടുക്കാം. കലത്തപ്പം ചുട്ടെടുക്കാൻ ഞാനിവിടെ 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഒരു പിടി തേങ്ങാക്കൊത്തുണ്ട്. ഇനി അതിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് കുറച്ച് കോരി മാറ്റണം. അതായത് കലത്തപ്പത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കലത്തപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മെല്ലെ ഇട്ട് കൊടുക്കണം. കൂടുതൽ ശക്തിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് താഴ്ന്നു പോകും. അപ്പോൾ മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിലോട്ട്. അപ്പോൾ ആ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അടച്ച് വെക്കുമ്പോൾ കുക്കറിൻ്റെ വെയിറ്റ് ഊരി വെക്കണം. എന്നിട്ട് ഫസ്റ്റ് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതൊരു 6 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ആവി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ആ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കുക്കർ നല്ലപോലെ തണുത്തതിൻ്റെ ശേഷമാണ് ഞാൻ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് കലത്തപ്പം എടുത്തിട്ടുള്ളത്.
തണുക്കണീൻ്റെ മുന്നേ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല. അപ്പോൾ തണുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾവശമൊക്കെ നല്ല പോലെ കുക്കായി കിട്ടും. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വരെ നല്ല ആരെടുത്തിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പമാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ഒരു കലത്തപ്പം. ഇതിൽ ചോറൊന്നും ചേർത്തിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഗോതമ്പ് പൊടിയുടെ കലത്തപ്പ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.